മലപ്പുറത്തുകാർ. ജോഹനാസ്ബർഗിലെ കാണികളെക്കാളും ആവേശം മലപ്പുറത്തെ ഫുട്ബോൾ കമ്പക്കാർക്കാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാമെല്ലാമാണ് മലപ്പുറത്തുകാർക്ക്. ഫുട്ബോൾ ഇവരുടെ ഹൃദയതാളമാണ്. ഫുട്ബോൾ മലപ്പുറത്തുകാരുടെ ജീവശാസ്ത്രമാണ്. ഈ കളിക്കമ്പക്കാരിൽ കുട്ടികളെന്നോ യുവാക്കളെന്നോ വൃദ്ധരെന്നോ ഭേദമില്ല. എവിടെ ഫുട്ബോൾ കളിയുണ്ടെങ്കിലും ഗാലറിയിൽ ഒരു മലപ്പുറത്തുകാരനുണ്ടാകും. തിങ്ങി നിറഞ്ഞ ഗാലറിയിൽ ആർപ്പുവിളിയുമായി കാൽപന്ത് കളിയുടെ എല്ലാ ആവേശവും നെഞ്ചിലേറ്റിക്കൊണ്ട്. ഫുട്ബോളിന്റെ താളം ഇവരുടെ ഹൃദയതാളം കൂടിയാണ്. ഏതൊരു പ്രദേശത്തെക്കാളും ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മലപ്പുറത്തെ ഓരോ ഗ്രാമങ്ങളിലും. ലോകകപ്പിൽ കളിക്കുന്ന രാജ്യങ്ങളുടെ കൊടികളും ഇഷ്ടതാരങ്ങളുടെ ജേഴ്സിയും അണിഞ്ഞ് ഇവർ ലോകകപ്പിനെ ആഘോഷമാക്കി മാറ്റുന്നു. അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് മലപ്പുറത്ത് ആരാധകർ കൂടുതൽ. അർജന്റീനയുടെ ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി ഇന്നാട്ടുകാർക്ക് സ്വന്തം മെസ്സിയാണ്. കാർലോസ്, റൂണി, റൊബീഞ്ഞോ, ക്രിസ്ത്യൻ റൊണാൾഡോ മലപ്പുറത്തുകാരുടെ ഇഷ്ടതാരങ്ങളുടെ പട്ടിക നീളുകയാണ്. ഏത് ടീമിന്റെ ആളാ? ഞാൻ അർജന്റീനയുടെ ആണ്. എന്തുകൊണ്ട് അർജന്റീന? അർജന്റീന പറഞ്ഞാല് നമ്മൾക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയില്ല തുടങ്ങിയത് 86-ലാണ്. 86-ൽ ഏറ്റവും സ്റ്റാർ ആയിരിക്കുന്ന ആള് മറഡോണയായിരുന്നു. മറഡോണയുടെ കളി കണ്ടുകൊണ്ട് അർജന്റീനയോട് ആരാധന തോന്നി. അങ്ങനെ അർജന്റീനക്കാരനായി മാറി. ആണ് അർജന്റീന ഏറ്റവും കൂടുതൽ അർജന്റീന ആരാധനായി മാറിയത് അതുകൊണ്ടാണ്. അർജന്റീനയുടെ തുറച്ചുവിട്ട് മെസ്സി തന്നെ തുറപ്പിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികൾക്ക് വരാം അർജന്റീന തിരിച്ചുവിട്ട് എന്താണെന്ന് വെച്ചാൽ മെസ്സി ഒരു 100 പ്ലേയേഴ്സിന് സമം മെസ്സി എന്നുള്ള സിസ്റ്റത്തിലാണ് ഞങ്ങൾ ഇത് കണ്ട്. അതുകൊണ്ടാണ് മെസ്സിനെ ഇത് ഏറ്റവും മെസ്സി മാത്രമാണ് ഞങ്ങൾ പറഞ്ഞില്ല. കളിക്കാരോടുള്ള അടങ്ങാത്ത ആരാധനയാണ് കവലകൾ തോറും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ. ഓരോരുത്തർക്കും അവരുടേതായ ടീമുകളുണ്ട്. ഇഷ്ട ടീമിനെ പുകഴ്ത്തിയും എതിർ ടീമിനെ വെല്ലുവിളിച്ചുമാണ് ഫ്ലെക്സ് ബോർഡുകൾ തീർത്തിരിക്കുന്നത്. താരങ്ങളുടെ പ്രകടനം കളിയെഴുത്തുകാരെക്കാളും നന്നായി ഇവർ വിലയിരുത്തും. ടീമിന്റെ ഘടന, കളിക്കാരുടെ പ്രത്യേകതകൾ തുടങ്ങി താരങ്ങൾ കളിക്കേണ്ട പൊസിഷൻ വരെ മലപ്പുറത്തുകാർ പറഞ്ഞു തരും. അർജന്റീനക്കാർ പറഞ്ഞ പോലെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. അവർ പറഞ്ഞു ഒരു മെസ്സി. ഞങ്ങളെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫുട്ബോൾ. 11 പേരും ഒന്നിച്ച് കളിച്ചാലേ ഒരു ടീമിന് എന്തായാലും എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പിന്നെ അർജന്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ചിന് വരെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഞാനും നിങ്ങളെല്ലാവരും പേപ്പറിൽ വായിച്ചതാണ്. നഗ്നനായി ഓടുന്ന പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കും പറയാം ആകാശത്തേക്ക് ആയിരുന്നു അറിയാം. കാരണം ചാമ്പ്യൻസ് ആകാത്ത ടീമിന് എന്തും പറയാം. കാരണം നടക്കാത്ത സ്വപ്നം കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളുണ്ട്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് അർജന്റീനൻ കോച്ച് മറഡോണയ്ക്ക് സാക്ഷാൽ മറഡോണയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് നഗ്നനായി ഓടുന്നത് തന്നെ പറയുന്നത്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഇപ്പോൾ യൂറോപ്യൻ കപ്പിൽ പിന്നെ ഇന്റർ മിലാൻ ചാമ്പ്യൻസായതിൻ്റെ മുഖ്യ കാരണങ്ങൾ 3 കാരണങ്ങളാണ്. ഒന്ന്, ബ്രസീലിയൻ ഗോൾ കീപ്പർ ജൂലിയോ സീസർ മികച്ച ഫോമുള്ളത് കൊണ്ടാണ് കപ്പ് കിട്ടിയത്. പിന്നെ ലോകത്തെ 1-ാം നമ്പർ സ്റ്റോപ്പർ കഴിഞ്ഞ വേൾഡ് കപ്പ് 4 കളി കളിച്ചിട്ടും ഡിഫൻസിൽ ഒരു മഞ്ഞക്കാർഡ് പോലും കാണാത്ത ലൂസിയോ എന്ന് പറഞ്ഞ ബ്രസീലിൻ്റെ ഏറ്റവും കരുത്തനായ ഡിഫൻഡറാണ് ഇക്കുറിയുള്ളത്. മൈക്കൺ, യുവാൻ, പിന്നെ അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ പാറി പറന്ന് കളിക്കുന്ന കാക്ക, റോബീഞ്ഞോ. കാക്ക ബോൾ എത്തിക്കുന്നതിലുപരി ഗോൾ അടിക്കാനും കഴിവുള്ള ഏറ്റവും ലോകോത്തര നിലവാരമുള്ള ഒരു ഹാഫ് തന്നെയാണ് കാക്ക. ഫുട്ബോൾ മത്സരങ്ങൾ ടിവിയിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ മലപ്പുറത്തുകാരനെ കിട്ടില്ല. പന്ത് കളിയിലെ കൂട്ടായ്മ പോലെ മലപ്പുറത്തുകാർ കളി കാണുന്നതും കൂട്ടായി തന്നെ. ക്ലബ്ബുകളിലും ഓഡിറ്റോറിയങ്ങളിലും LCD പ്രൊജക്ടറുകൾ വാടക പന്തിലൊക്കെ വെച്ചിട്ട് കൂട്ടത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണാം. അതൊരു രസമാണ് കളി കാണുന്നത് തന്നെ. ബ്രസീൽ അർജന്റീന ആരാധകർ കൂടിയിട്ട് എല്ലാവരും ആർപ്പുകളി എല്ലാം കൂടി ഒരു കളി രസമായിട്ട് കളി കാണാം. മത്സരങ്ങൾ ആവേശത്തിമർപ്പിലാകുമ്പോൾ ഇവിടെ പന്തയങ്ങളും സജീവമാകും. ഇഷ്ട ടീം തോറ്റാൽ മീശ പാതി വടിക്കൽ, തലമൊട്ടയടിക്കൽ എന്നിങ്ങനെയാണ് പന്തയങ്ങൾ. ഫുട്ബോൾ ആരാധകർക്ക് അർജന്റീനയും ബ്രസീലും ഇറ്റലിയുമെല്ലാം സ്വന്തം ടീമുകളാണ്. സ്വന്തം ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ അർജന്റീനക്കാരും ബ്രസീലുകാരും ഇറ്റലിക്കാരുമാകും. അർജന്റീന എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അർജന്റീനയാണ്. പിന്നെ ഇത്രയും ഇപ്പോൾ 2 തവണ ഹലോ സലീമിന്റെ ഡയലോഗ് കേൾക്കണ്ടേ?
ഹലോ ഹലോ സലീമിന്റെ ഡയലോഗ് കേട്ടാ? ഹലോ ഹലോ ആ കൂടെ കൊണ്ടിരിക്കണേ. അല്ലോ അവളിപ്പോ അടച്ചാടെ ഭാവി പല പറഞ്ഞിട്ട് അറിയാം കേൾക്കുന്നെങ്കിൽ സൈജു ഇപ്പൊ വയസ്സമ്പട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരെ തള്ളി കളയുന്നുണ്ട്. ഇതുവരെ എന്നിട്ടും അർജന്റീനയോ ബ്രസീലോ അന്ന് കളിച്ചിട്ടും അവരെല്ലാം തള്ളി കളഞ്ഞൊരു ടീമായിരുന്നു ഇറ്റലി. അന്നും ഇറ്റലി ഫൈനലിൽ എത്തുകയും കപ്പ് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് എല്ലാവരും വന്ന് വയസ്സമ്പട എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി കളിയാണ് ചെയ്തത്. ഈ ലോകകപ്പിലും അസൂർപട ലോകകപ്പ് വീണ്ടാമത് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കാൻ ഇന്ത്യയില്ല. എന്തുകൊണ്ട് ഇവരോട് ചോദിക്കാം. ഇന്ത്യ ലോകകപ്പില്ലാത്ത ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾ ആഘോഷം എങ്ങനെയാണ് ഇവരൊപ്പം ബോർഡൊക്കെ വെച്ച് അന്യ രാജ്യങ്ങളെ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ചായം പൂശി കൊടിയെടുത്ത് അതിനെക്കാട്ട് തന്നെ ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഘോഷവും ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ ആഘോഷിക്കുക എന്നാണ് ഞങ്ങൾ ഇത്. അന്യ രാജ്യങ്ങളുടെ കൊടി അതിലെന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ വരണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. ഫുട്ബോളിനെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു ജനത ലോകകപ്പിന്റെ ആവേശ കൊടുമുടിയിലാണ് ഇപ്പോൾ. ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ താരങ്ങളുടെ നെഞ്ചിടിപ്പിനൊപ്പം മലപ്പുറത്തെ ഫുട്ബോൾ കമ്പക്കാരുടെയും നെഞ്ചിടിപ്പ്.